ജാതിക്കോട്ടകൾ ശിഥിലമാക്കിയ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് വൈക്കം. സാക്ഷാൽ മഹാത്മാഗാന്ധിയെ ജാതിയുടെ പേരിൽ അകറ്റി നിർത്തിയ ചരിത്രവും വൈക്കത്തിന് പറയാനുണ്ട്. ഗാന്ധിജിക്ക് പ്രവേശനം നിഷേധിച്ച് വേലികെട്ടിയ ഇണ്ടംതുരുത്തി മനയും അതിന്റെ പ്രായശ്ചിത്തവും വൈക്കത്തിന്റെ ചരിത്രമാണ്. ഗാന്ധിജി വൈക്കത്തെത്തിയതിന്റെ 100ാം വാർഷികമായ ഇന്ന് നമുക്ക് ആ ചരിത്രത്തെ ഓർത്തെടുക്കാം. ജാതി ചിന്തകളുടെയും സവർണ മേൽക്കോയ്മയുടെയും ഗർവിനെ തകർത്തെറിഞ്ഞ സമരവീര്യത്തിന്റെ സ്മരണകളിരമ്പുന്ന വൈക്കം. ആ വൈക്കം സത്യാഗ്രഹത്തിന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നേരിട്ടെത്തി നേതൃത്വം നൽകിയ ഓർമ്മകൾക്ക് ഇന്ന് 100 വർഷം പൂർത്തിയാകുന്നു. സാക്ഷാൽ ഗാന്ധിജിയെപ്പോലും ജാതിയുടെ പേരിൽ അകറ്റി നിർത്തിയതിൻ്റെയും അതിന് പ്രതികാരം വീട്ടിയതിൻ്റെയും കഥകൾ കൂടി വൈക്കത്തിന് പറയാനുണ്ട്. ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമായതുകൊണ്ട് അത് നിഷേധിക്കുന്ന ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇല്ലമായിരുന്നു ഇണ്ടംതുരുത്തി മന. ആ മനയിലെ കാരണവരെ നമ്പ്യാതിരിയെ നേരിട്ട് കാണാൻ വേണ്ടി മഹാത്മാഗാന്ധിയെ കാണാൻ വേണ്ടി നാടിലുള്ള ജനങ്ങൾ, വൈക്കത്തുള്ള മുഴുവൻ ജനങ്ങളും അങ്ങോട്ട് ചെന്നപ്പോൾ ഇദ്ദേഹം ആ മഹാത്മാഗാന്ധിയെ കാണാൻ പോയില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിനെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇണ്ടംതുരുത്തി മനയിലേക്ക് മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സംഘവും വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഉള്ള സ്ഥിതി എന്ന് വെച്ചാൽ ബ്രാഹ്മണനല്ലാത്തതിൻ്റെ പേരിൽ അബ്രാഹ്മണനായതുകൊണ്ട് മഹാത്മാഗാന്ധിക്കും മനയുടെ അകത്തേക്ക് പ്രവേശനം നിഷേധിച്ചു. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇണ്ടംതുരുത്തി മനയിലെ ഈ ഇളം തിണ്ണയിൽ മഹാത്മാഗാന്ധിയെ ഇരുത്തി അകത്തിരുന്ന് ഇണ്ടംതുരുത്തി തിരുമേനി സംസാരിച്ചു എന്നാണ് ചരിത്രം. മഹാത്മാഗാന്ധിക്ക് പ്രവേശനം നിഷേധിച്ച ഇണ്ടംതുരുത്തി മന പിന്നീട് കാലത്തിന്റെ പ്രതികാരത്തിന് പാത്രമാകേണ്ടി വന്നത് ചരിത്രം. കാലക്രമേണ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ക്ഷയിച്ച മന 1964 അന്നത്തെ വൈക്കം ചെത്തുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റായിരുന്ന CK വിശ്വനാഥൻ വിലയ്ക്ക് വാങ്ങി. വിദ്വേഷത്തിന്റെ വരമ്പ് തീർത്ത് നിലകൊണ്ട മന അതിന്റെ പാപക്കറ കഴുകി. 964 മുതൽ ഇണ്ടംതുരുത്തി മന വൈക്കം ചെത്തുതൊഴിലാളി യൂണിയൻ ആസ്ഥാന മന്ദിരമായി മാറി. ഗാന്ധിജിയുടെ ആഗമനത്തിന്റെ 100ാം വാർഷികമായ ഇന്ന് ജാതിവേലികളില്ലാതെ സാഹോദര്യത്തിന്റെ തുറന്ന വാതിലുകളുമായി ഇണ്ടംതുരുത്തി മന നിലകൊള്ളുന്നു. ഉച്ചനീചത്വങ്ങൾക്ക് അറുതി വരുത്തിയ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് രാഷ്ട്രപിതാവിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം കൂടുതൽ കരുത്തു പകർന്നു. ഒരു ശതാബ്ദത്തിനിപ്പുറം സമരഭൂമിയായ വൈക്കവും ഇണ്ടംതുരുത്തി മനയും ആ ചരിത്ര സ്മരണയിൽ തല ഉയർത്തി തന്നെ നിൽക്കുകയാണ്. വൈക്കത്തു നിന്നും അനന്തു സുരേഷിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം.